ഹലോ. അപ്പോൾ ഇത് നമുക്കിന്ന് ചോളം പൊടിയും കൊണ്ടേ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയാലോ? ബാ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പൊടിയൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഞാൻ ദേ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ ഇനി അത് നമുക്ക് പുട്ടിൻ്റെ പരുവത്തിലാക്കി ഇന്ന് നനച്ചെടുക്കാം. അപ്പോൾ അതേ പുട്ടിൻ്റെ പരുവത്തിൽ ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇഡ്ഡലിപ്പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതേ ഇഡ്ഡലിപ്പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടി ഇങ്ങനെ താഴേക്ക് പോയാലോ എന്ന് വിചാരിച്ച് ഞാനൊരു വാഴല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇട്ടേക്കണത്, വാഴലയിലാക്കിയാണ് വെച്ചേക്കണത്. അത് നമുക്കിനി പുട്ട് വേവിക്കണം. അതിൽ തന്നെ നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. പാത്രം ഞാൻ അതേ അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണേണ്. അപ്പോഴേക്കും ഞാൻ അതേ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും പിന്നെ തേങ്ങയും കൂടി ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേ കടുക് പൊട്ടിച്ച് ഇനി നമുക്ക് ഈ സവാളയൊക്കെ അതിനകത്തിട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കയറ്റാൻ വെച്ച പുട്ടും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ആവി കയറ്റിയ പുട്ടുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഞാൻ തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ചോളപ്പൊടിയുടെ ഉപ്പുമാവ് റെഡി. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ, ഉപ്പൊക്കെ പാകത്തിനാണ്. പിന്നെ ഇതിന് നമ്മുടെ പഴയ കമ്പപ്പൊടി ഇല്ലേ, കമ്പപ്പൊടിയുടെ ടേസ്റ്റ് ഇല്ല കേട്ടോ. അംഗനവാടിയിൽ നിന്നൊക്കെ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന കമ്പപ്പൊടി ഉണ്ടല്ലോ, ആ കമ്പപ്പൊടിയല്ല ഇത് ചോളപ്പൊടിയാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ ടേസ്റ്റ് ഇതിനകത്തില്ല കേട്ടോ. അംഗനവാടിയിൽ നിന്ന് കിട്ടണ കമ്പപ്പൊടി കൊണ്ട് നമ്മൾ ഉപ്പുമാവും കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ പച്ചപ്പൊടി തന്നെ തിന്നാൻ നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഇതിനകത്തില്ല കേട്ടോ, ഉള്ളത് പറയണമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.